അങ്ങനെയാണല്ലേ, അങ്ങനെയാ പഠിപ്പിക്കപ്പെട്ടത് അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ ചിന്തകൾ മുഴുവനും അങ്ങനെയാണ്. ഈ കാണുന്ന മുഴുവൻ മനുഷ്യരെയും കാണുമ്പോൾ സങ്കടമാണ് നമുക്ക്. എന്തിന്റെ സങ്കടം? അവർക്ക് വീടില്ലാത്ത സങ്കട, കൊട്ടാരമില്ലാത്ത സങ്കട, അതൊരു വേറെ സങ്കടമാണ്. പക്ഷേ അവർക്ക് ഏക ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ, ദൈവത്തിന്റെ സൃഷ്ടികളെയാണല്ലോ അവർ ആരാധിക്കുന്നത് എന്ന ദുഃഖമാണ്. അതുവഴി വരാൻ പോകുന്നത് എന്താ? ബഹുദൈവത്തെ ആരാധിച്ചാൽ കുഴപ്പമില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമുണ്ട്. ആര് പറഞ്ഞു കുഴപ്പമുണ്ട്? അതെ, ദൈവം പറഞ്ഞു കുഴപ്പമുണ്ട്. എവിടെ പറഞ്ഞു? അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞു. അവൻ അവതരിപ്പിച്ചു എന്ന് ഉറപ്പുള്ള അല്പഭാഗമെങ്കിലും പല വേദങ്ങളിലും ഇന്ന് അവശേഷിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞു. മനസ്സിലാവണുണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്ക്, അന്തം തമഹ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തദോ ഭൂയൈവ ദേയഹു സംഭൂത്യാമൃതഃ. ഈശാവാശോപനിഷത്തിലുള്ളതാണ്. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകത്തിലുള്ളതാണ്. എന്താ അത്? ദൈവേതരരെ ശരിക്കും ശ്രദ്ധിച്ചോളി. ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനായ സാക്ഷാൽ ദൈവത്തെ വിട്ട് ദൈവത്തിന്റെ സൃഷ്ടിയിൽ എത്ര ശ്രേഷ്ഠനാവട്ടെ, ആ ദൈവത്തിന്റെ സൃഷ്ടിയെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പോകും എന്ന് ഈശാവാശോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇത് മനസ്സിലാക്കിയ ഞാൻ എന്തു വേണോ? എന്റെ പ്രിയങ്കരനായ സുഹൃത്തിനോട്, ബാബുവേട്ടനോട് ഞാനത് പറയണം, പറഞ്ഞു. ശ്രീധരേട്ടനോട് പറയണം, പറഞ്ഞു. അവരോടൊക്കെ പറഞ്ഞു, ഇതാ നിങ്ങൾ ഉൾക്കൊള്ളുന്ന വേദത്തിൽ പോലും വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യരുത്, അപകടമാണ്. ക്രിസ്ത്യാനികളോട് പറഞ്ഞു, പള്ളിയിലെത്തനയോട് പറഞ്ഞു, പള്ളിയിൽ കയറി ചെന്നു. നിങ്ങൾ പറഞ്ഞു, ബൈബിൾ എടുത്ത് കാണിച്ചു കൊടുത്തു. നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ വായിക്കുന്ന ബൈബിളിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാന്നുണ്ട്, എടുത്തു വായിക്കാൻ പറഞ്ഞു. വായിച്ചു, സ്തബ്ധരായി. ഇങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു, മാറി, യഥാർത്ഥ മതം സ്വീകരിച്ചു. എത്ര പേർ? അതുകൊണ്ട് പഠിക്ക്, ലോകത്തിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയും, നമുക്ക് വായി നൽകിയവനെ തിരിച്ചറിയും. അതല്ലേ നന്ദി? നമുക്ക് വെള്ളം വന്നവനെ തിരിച്ചറിയാം, അതൊരു നന്ദിയല്ലേ? അത് സൃഷ്ടിച്ച, നോക്ക്, നിങ്ങൾ ജന്മം നൽകിയ മാതാവിനൊരുത്തൻ അറിയാതെ പോയി, എന്തൊരു ഗതികേടാ ലോകത്ത്. സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ കഴിയുക, അത് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയുക ഈ ഭൂമുഖത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ അകപ്പെട്ടവരോട് മനസ്സാ വാചാ കർമ്മണ സ്നേഹത്തോടെ, ആർദ്രതയോടെ, അലിവോടെ പറയട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ നിങ്ങൾ തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ. ഏകം സദ്ബഹുധാ വിപ്രാപതന്തി യോ ദേവാനാം നാമഥ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. ഏകം സദ്ബഹുധാ വിപ്രാപതന്തി യോ ദേവാനാം നാമഥ ഏകേവ. ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിന്. അതിന്റെ 1ാം മണ്ഡലം പരിശോധിക്കുക. ദൈവം ഏകനാണ്, ഒന്നിലധികമില്ല. ഒറ്റ ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, നമ്മയൊക്കെ സംവിധാനിച്ച സാക്ഷാൽ പടച്ചവൻ, അനന്തവിസ്തൃതമായ ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച സംവിധായകൻ, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ സംവിധാനിച്ചവൻ, ആഴിയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യാദികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, ഉരകവർഗങ്ങളെയും ആ 7 ജന്തുക്കളെയും എല്ലാം സംവിധാനിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. ആർക്കായി ഇത് സ്വീകരിക്കാൻ കഴിയാത്തത്? എന്താ ഇവിടെ പറയുന്നത്? എല്ലാവരോടും പറയാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ, ഇതാ നമ്മളൊക്കെ ഒന്നാണ്. വിശുദ്ധ ഖുർആനിലെ 2ാം അധ്യായം 21ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 2ാം അധ്യായം 168ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 2ാം അധ്യായം 213ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 4ാം അധ്യായം 1ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 49ാം അധ്യായം 13ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 82ാം അധ്യായം 6ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 86ാം അധ്യായം 5-6 വചനങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 84ാം അധ്യായം 6ാമത്തെ വചനം. അതിലെല്ലാം പറയണു, മനുഷ്യരെ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ മനുഷ്യരാണ്, മനുഷ്യകുലമാണ്. ആ മനുഷ്യകുലം സ്വീകരിക്കേണ്ടത് ഏകദൈവത്വമാണ് എന്നാണ് വിഷയം. ആ മനുഷ്യകുലം വിശ്വസിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഏകദൈവത്വമാണ് എന്നാണ് വിഷയം. അത് ഗൗരവമായി മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിയാൽ എന്താണ്? ഒരു പ്രശ്നവുമില്ല. എന്റെ ദൈവം, നിന്റെ ദൈവം, അവരുടെ ദൈവം, അവന്റെ ദൈവം എന്ന സങ്കല്പം വന്നപ്പോഴാണ് തമ്മിത്തല്ലുണ്ടായത്. ബാബരി മസ്ജിദ് ഇഷ്യൂ പോലും അതല്ലേ ഉണ്ടായത്? അതല്ലേ ന്യായം? നേരെ മറിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ,
അവനെ ആരാധിക്കുന്ന ഒരവസ്ഥാവിശേഷം, മനുഷ്യകുലം മുഴുവനും അവനെ അംഗീകരിക്കുന്ന ഒരവസ്ഥാവിശേഷം, മാനവ സമൂഹം മുഴുവനും അവനെ സ്വീകരിക്കുന്ന ഒരവസ്ഥാവിശേഷം, ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്നുറപ്പുള്ള സൃഷ്ടാവിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥാവിശേഷം. ആ അവസ്ഥാവിശേഷമാണ് ലോകത്തിന്റെ മുമ്പിൽ മതം അവതരിപ്പിച്ചിട്ടുള്ളത്, ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്, ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമുള്ള മനുഷ്യവർഗം സൗഹൃദത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു ചീർപ്പിലെ പല്ലുകളെ പോലെ അതാകുന്നു നിങ്ങൾ എന്ന്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അകലസാരമൊഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന്. സ്നേഹമാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. സ്നേഹം ഉണ്ടാകലപ്പോഴാ ഞാൻ നിങ്ങളൊരു അച്ഛന്റെ അമ്മയുടെ മക്കളാകുമ്പോ സ്നേഹം ഉണ്ടാവും, കൃത്യമായ സ്നേഹം ഉണ്ടാവും. ഒരേ ദൈവത്തിന്റെ അടിമകളാകുമ്പോ ആർക്കും ഇവിടെ മേന്മയില്ല. ഇവിടെ മേന്മയാർക്കാ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും. ദൈവത്തിന്റെ കൽപ്പന ആരാണോ അവന്റെ തൊലിനിറം, അത് ഇസ്ലാമിന് പ്രശ്നമല്ല. അവന്റെ സമ്പത്തിന്റെ ഏറ്റക്കുറവുകൾ ഇസ്ലാമിന് പ്രശ്നമല്ല. അവളുടെ തൊലിനിറം ഇസ്ലാമിന് പ്രശ്നമല്ല. അവളുടെ ശാരീരിക ഭംഗി, ആകാരത. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. അല്ലയോ മനുഷ്യരെ, ഔദാര്യവാനായ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞ ഘടകം എന്താണ്? ഒരു പഞ്ചായത്തിന്റെ ദൈവത്തെ ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. ഒരു കേരളീയന്റെ ദൈവത്തെ ഇസ്ലാം അവതരിപ്പിച്ചിട്ടില്ല. ഒരു പേരിൽ അറിയപ്പെടുന്ന ദൈവത്തെ ഇസ്ലാം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ബഗ്ദാദിലെ ദൈവം, ഗുരുവായൂരിലെ ദൈവം, പിശാരിക്കാവിലെ ദൈവം, വേളാങ്കണ്ണിയിലെ ദൈവം, ഉള്ളാളത്തെ ദൈവം, മമ്പറത്തെ ദൈവം ഇല്ല. അജ്മീറിലും നാഗൂറിലും മുത്തുപേട്ടയിലുമുള്ള ദൈവങ്ങൾ ഇല്ല. ലോകത്തിന്റെ സൃഷ്ടാവ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വര വിശ്വാസിയെയും നിരീശ്വരവാദിയെയും പറവകളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങളെയും ആ ഗർജനം കേട്ട് ഓടി ഒളിക്കുന്ന മാൻപേടകളെയും സംവിധാനിച്ച ഈ ബ്രഹ്മാണ്ഡത്തിന്റെ അതീശാധികാരി, ലോകത്തിന്റെ തമ്പുരാൻ, ഉജ്ജ്വലനായ ജഗദീശ്വരൻ, മാനവ സമൂഹത്തിന്റെ സംവിധായകൻ, ആ സൃഷ്ടി നായകൻ, പരമകാരുണ്യകൻ ആ അല്ലാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും അവനാകും. ഇതിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും? ഇതിനെ എതിർക്കാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദൈവത്തിലേക്കല്ല, അടിമയിലേക്ക്. വ്യത്യാസം മനസ്സിലാക്കണം. മുഹമ്മദ് നബി എന്ന ദൈവത്തിലേക്കല്ല, മനുഷ്യ ദൈവത്തിലേക്കല്ല, ദൈവത്തിന്റെ പുത്രനേക്കല്ല, അത്ഭുതങ്ങൾ വാരി വിതറുന്ന, ആകാശത്തിന്റെ കീറുകളിൽ ഭസ്മങ്ങൾ മാടിപ്പിടിക്കുന്ന മനുഷ്യ ദൈവത്തിലേക്കല്ല, പച്ചയായി ജീവിച്ച മുഹമ്മദ് എന്ന ദൈവത്തിന്റെ അടിമയിലേക്ക്. പച്ചയായ മുഹമ്മദ് എന്ന ദൈവത്തിന്റെ അടിമയിലേക്ക്. ദൈവത്തിന്റെ അടിമ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമ. ദൈവം തമ്പുരാൻ വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ പറ്റി പറഞ്ഞത് ദൈവപുത്രൻ എന്നല്ല, ദൈവത്തിന്റെ അടിമ. വിശുദ്ധ ഖുർആൻ 17 അധ്യായം 1-ാമത്തെ വചനം, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം 1-ാമത്തെ വചനം, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 23-ാമത്തെ വചനം, അഫലാ അകൂന അബ്ദൻ ശുകൂറ. ഒരു നന്ദിയുള്ള അടിമയായി കാണാൻ എനിക്ക് എന്തുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ? തീർന്നില്ലേ? ഖൂലു അബ്ദുല്ലാഹ് വറസൂലുഹു. വിശുദ്ധ ഖുർആനും ഹദീസുകളും അല്ലാഹുവിന്റെ റസൂലൊരു അടിമ, ഉടമയല്ല, അടിമ. ലോകത്തിന്റെ സൃഷ്ടാവല്ല, ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സൃഷ്ടി, പടച്ചവന്റെ അടിമ, മനുഷ്യൻ. അതെ, മനുഷ്യപുത്രൻ, ആമിനയുടെ അബ്ദുള്ളയുടെ മകൻ, ധന്യമായി ധർമ്മബോധത്തിലേക്ക് നയിക്കാൻ വന്ന പ്രവാചകൻ, നീതിയുടെ കാവലാൾ, സ്ത്രീത്വത്തിന്റെ വിമോചകൻ, കച്ചവടത്തിന്റെ നേരും നിറയും പഠിപ്പിച്ച മഹാചാര്യൻ, ലോകത്ത് മതവൈദ്യരുടെ കാഹളം മുഴക്കിയ വിശ്വാചാര്യൻ, മദ്യമുക്തമായ രാഷ്ട്രത്തിന്റെ നായകൻ, പലിശമുക്തമായ ലോകത്തിന്റെ സംവിധായകൻ, ലോകത്തിന്റെ സാമ്പത്തിക ചൂഷണങ്ങളെ വേരോടെ പെയ്തെറിഞ്ഞ വിപ്ലവകാരി, മുതലാളിയെയും തൊഴിലാളിയെയും സൗഹൃദത്തിന്റെ ചരടിൽ കോർത്തിണക്കിയ വിപ്ലവ നായകൻ, ജീവനോട് കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അവകാശം കൊടുത്ത പ്രവാചകൻ, സ്ത്രീധനമെന്ന മാരക രോഗത്തിനെതിരെ അശ്രാന്ത പരിശ്രമം നടത്തിയ പടനായകൻ, യുദ്ധത്തിലെ ജീർണതകരെ ശബ്ദിച്ച പടനായകൻ, ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി യുദ്ധം ചെയ്തിരുന്നവരെ സൗഹൃദത്തിന്റെ ചരടിൽ കോർത്തിണക്കിയ മുത്തുമണികളെ പോലെ കോർത്തിണക്കിയ വിശ്വാചാര്യൻ,
എന്തൊക്കെ ചാർത്തിക്കൊടുക്കണം ആ മഹാനായ പ്രവാചക ചക്രവർത്തിക്ക്. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യേണ സമുന്നിത മഹാമതിദിക്യാത ശിഷ്യശാഖ സമുന്നിതം. അങ്ങനെയുള്ളൊരു പ്രവാചക ചക്രവർത്തി, അടിമയായ പ്രവാചക ചക്രവർത്തി, ജീവിതത്തിൽ ഒരിക്കലും തന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാത്ത പ്രവാചക തിരുമേനി. അത്തരമൊരു നേതാവിന്റെ അനുയായിയാകാൻ കഴിഞ്ഞു എന്നതിനേക്കാൾ അഭിമാനകരമായ എന്തുണ്ട് ഈ ലോകത്ത്? ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ അടിമയാകുന്നു, ദൈവത്തിന്റെ പുത്രനല്ല. ലാ തുറൂനി കമാത്രത്തിന് സാറ ഈസബിന് പറയും. അത് പറയാൻ രവിശങ്കറിന് സാധിച്ചിട്ടില്ല, അത് പറയാൻ സായിബാബക്ക് സാധിച്ചിട്ടില്ല, അത് പറയാൻ ഇന്ന് മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യുന്ന തങ്ങന്മാർക്ക് സാധിച്ചിട്ടില്ല. അത് പറയാൻ ലാ തുറൂനി കമാത്രത്തിന് സാറ ഈസബിന് പറയും. മറിയമിന്റെ പുത്രൻ യേശുക്രിസ്തുവിനെ നസാറാക്കൾ വാഴ്ത്തി ആദരിച്ചു, പിന്നെ ആരാധിച്ചു. അവരവസ്ഥ എന്റെ കാര്യത്തിൽ ഉണ്ടാകരുത്, എന്റെ കാര്യത്തിൽ ഉണ്ടാകരുത്. പ്രവാചക തിരുമേനിയുടെ ശ്രേഷ്ഠത എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇവിടുത്തെ സമസ്തക്കാർ പറയുന്ന ആളാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നെവർ, ഒരിക്കലുമല്ല. സമസ്തക്കാർ പരിചയപ്പെടുത്തിയ ആളല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഒരു കല്യാണ വീട്, അവിടെ കുട്ടികളിരുന്ന് പാടുകയാണ്, പെൺകുട്ടികളിരുന്ന് പാടുകയാണ്. പ്രവാചകനെ അവർ കണ്ടു, അവർ മനസ്സിലാക്കി. എങ്ങനെയാണ്? അവർ അന്ന് സമസ്തക്കാരാണ്. എന്താ മുജാഹിദെന്ന് അവർക്കറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമസ്തയുടെ കല്യാണപ്പുരയിൽ കയറി ചെന്ന്, അക്കാലഘട്ടത്തിലെ, പുതിയ സമസ്തയല്ല, അക്കാലത്തെ. അവിടെ കയറി ചെന്നപ്പോൾ സമസ്തയിൽപ്പെട്ട കുട്ടികൾ, ആ കാലഘട്ടത്തിലെ ആളുകളുടെ മദ്രസയെ പഠിച്ച കുട്ടികൾ, പെൺകുട്ടികൾ, അവർ റസൂലിനെ കണ്ടപ്പോ റസൂൽ സമസ്തക്കാരനാണെന്ന് വിചാരിച്ചു. ഒറ്റപ്പാട്ട്, റസൂൽ പറഞ്ഞു, ഞാൻ വഹാബിയാന്ന് അറിയില്ലേ, ഞാൻ സമസ്തക്കാരനല്ല. ഹദീസ് പരിശോധിക്ക്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞങ്ങൾ പാടിയ ആളല്ല. നാളെയുടെ കാര്യം, നാളത്തെ സൂര്യോദയത്തിൽ ലോകത്ത് നടക്കുന്ന ഭാവി പ്രവചിക്കുന്ന പ്രവാചകനാണ് അങ്ങുന്ന് എന്ന് കുട്ടികൾ പാടി. അമുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, കേട്ടോളൂ. ആ പ്രവാചകൻ എന്താ പറഞ്ഞത്? അതെ, നാളെയുടെയും മറ്റന്നാളത്തെയും അടുത്ത വർഷത്തെയും 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് പ്രവചിക്കുന്ന ആളാ ഞാൻ. മേലിൽ എന്നെപ്പറ്റി എങ്ങനെ പാടരുത്. എനിക്കറിയില്ല ഭാവി, എന്റെ ഭാവി പോലും അറിയില്ല, എന്റെ അടുത്ത നിമിഷം പോലും എനിക്കറിയില്ല. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. മേലിൽ ആ ജാതി പൊട്ടപ്പോയത്തെ ലോകത്ത് വിളമ്പരുത്. ഇതാണ് ഇസ്ലാം. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇതാണ്. ഇതിനെങ്ങനെ എതിർക്കാൻ കഴിയും? അള്ളാന്റെ റസൂൽ എതിർത്തത് ഞങ്ങളും എതിർത്തു. മുക്കത്തെ തങ്ങൾക്ക് ഭാവി അറിയാന്ന, ഉള്ളാളം തങ്ങൾക്ക് ഭാവി അറിയാന്ന, ഖലീൽ തങ്ങൾക്ക് ഭാവി അറിയാന്ന, വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവരായി പറയുന്ന, നാളെയുടെ കാര്യം ഹൃദയത്തിലുള്ളത് കുപ്പിക്കകത്തുള്ളത് അറിയുന്നത് പോലെ അറിയുന്നവർ. അങ്ങനെയാ പാടിയത്, അങ്ങനെയാ മൊഹീദീന്മാരയിൽ, അങ്ങനെയാ ഈ ഉമ്മത്ത് വിശ്വസിച്ചത്, ഈ ഉമ്മത്തിനെ കൊണ്ട് വിശ്വസിപ്പിച്ചത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പഠിപ്പിച്ചത്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങേടെ കൽബകമെന്നോവർ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട് പോൽ കാട്ടിപ്പറഞ്ഞോവർ. എത്ര മൈലുകൾക്കപ്പുറത്തുള്ളതും നാളെയുടെ കാര്യവും ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതും ഒക്കെ മൊയ്തീൻ ശൈഖ് അറിയും. അങ്ങനെ ഞങ്ങൾ ഒരാളെ പറ്റിയാ വിശ്വസിക്കുന്നത്, അള്ളാനെ പറ്റി. ആ അള്ളാഹുവിലേക്ക് മൊയ്തീൻ ശൈഖിനെ തുല്യനാക്കുക വഴി ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് എന്നാണ് ഞങ്ങൾ പറയും. ബൗദ്ധൈവ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന മുസ്ലിങ്ങളിൽ ഞങ്ങൾ പറയുന്ന കാര്യമാണ്. ഇത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും, കേൾക്കാം, സ്വീകരിക്കാൻ തള്ളിക്കളയാം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? നാളെയുടെ കാര്യം എനിക്കറിയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. മാത്രമല്ല റസൂലുള്ള ജനങ്ങൾക്ക് ഓതിക്കൊടുത്ത ആയത്തെന്താ? അതുകൂടി നമ്മളൊന്ന് ഓർക്കണല്ലോ. പ്രവാചകൻ ആ ജനതയെ പഠിപ്പിച്ചതെന്താ? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യാറിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാനാവില്ല. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും അതും പറയാനാവില്ല. ഇത് പഠിപ്പിച്ച പ്രവാചകൻ പറയോ നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് നബി എന്ന് കുട്ടികൾ പാടിയാൽ പ്രവാചകന്റെ വാക്കും പ്രവൃത്തിയും സമസ്തക്കാരെ പോലെ ആവോ? ചിന്തിക്കണം, ഓർക്കണം. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം 34-ൽ
നാളെയുടെ കാര്യം അല്ലാഹുക്കല്ലാതെ അറിയില്ല. നിങ്ങൾ എവിടെ വെച്ച് മരിക്കും അല്ലാഹുക്കല്ലാതെ അറിയില്ല. അത് പഠിപ്പിച്ച ഖുർആൻ, അത് പഠിച്ച പ്രവാചകൻ, അത് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഞാൻ എന്ന് പറയോ? പ്രവാചകൻ എതിർത്തു. കുട്ടികൾ പാടി നാളെയുടെ കാര്യം പ്രവചിക്കാൻ കഴിവുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പാടി. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൽ. നാളെ എന്ന് പറയുന്ന നാളെയുടെ കാര്യം അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നബി നിഷേധിച്ചു, അത് ശരിയല്ലെന്ന് പറഞ്ഞു, അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചു, മേല് പാടരുതെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ടാ മുജാഹിദുകൾ നിങ്ങളോട് മങ്കൂസും ഈ പറഞ്ഞ റാത്തീബും മൗലൂദിലും ഒക്കെ ശിർക്കുണ്ട് ഉപേക്ഷിക്കുക നിങ്ങളോട് പറയുന്നത്. അല്ലാതെ നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട്. നിങ്ങൾ ഉസ്താദുമാർ നിങ്ങൾ നരകത്തിലെത്തണമെന്ന് വിചാരിക്കുന്നു, ഞങ്ങൾ നിങ്ങൾ സ്വർഗത്തിലെത്തണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? കഴുകന്റെ കാലിൽ തള്ളപ്പച്ചിയിൽ നിന്ന് തട്ടിയെടുത്ത കോഴിക്കുഞ്ഞ് പിടയ്ക്കുമ്പോ അതിനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു രക്ഷകന്റെ റോള് മാത്രമാണ്. പൗരോഹിത്യത്തിന്റെ കൈകളിൽ കിടന്ന നരകത്തിന്റെ അവകാശികളായി ഞെരിഞ്ഞമരുന്ന നിങ്ങളെ ആ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് റാഞ്ചിയെടുത്ത് നിങ്ങളെ മോചിപ്പിക്കുന്ന കാരുണ്യത്തിന്റെ പ്രവർത്തനം, അതാ മുജാഹിദ് പ്രസ്ഥാനം. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. അതെ, ചങ്ങലക്കെട്ടുകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുക. പ്രവാചകൻ അതിന് വന്നതാണ്. പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുക. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന പോലെ ജീവിച്ചാണ്ടാകുന്ന ഗുണം എന്താ അറിയുക? 5 പൈസ ഒരുത്തനും ചൂഷണം ചെയ്യാൻ കഴിയില്ല. അതാണ്. അത് ഹിന്ദുക്കളോടും ഞാൻ പറയുന്നു, ക്രിസ്ത്യാനികളോടും പറയുന്നു, ഇവിടുത്തെ മുസ്ലിങ്ങളോടൊക്കെ പറയും. മുജാഹിദുകൾ പറയുന്ന പോലെ ജീവിച്ചാൽ ഒരു 5 രൂപ ഒരുത്തനും ചൂഷണം ചെയ്യാൻ കഴിയും. ഒരിടയാളനും നിങ്ങൾ ഒരു പെങ്ങളും ഒരു തങ്ങളാൽ മാനഭംഗം ചെയ്യപ്പെടില്ല. ഇല്ല, ഒരൗലിയ ഒരു കള്ള ഉലിയാലും നിങ്ങൾ മാനഭംഗം ചെയ്യപ്പെടുകയില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, ആർക്കും നിഷേധിക്കാനാവില്ല, ആർക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യരൊക്കെ ഒന്നാണ് എന്നത് നമ്മൾ ആദ്യമായി സ്വീകരിക്കും. മനുഷ്യരൊക്കെ ഒന്നാണ്. അവരുടെ സിട്ടാവ് പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ഇതാണ് പോയിന്റ്. ആ സിട്ടാവിനെ പറ്റി നിങ്ങൾ നോക്കൂ. മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനം ഇസ്രായേലിലേക്ക് കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. എത്ര ബെറ്ററായ ഒരു കാര്യം നോക്കൂ. ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ബൈബിൾ പറയുന്നു 3 ആളാണെന്നല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് സാവൂൾ ഉണ്ടാക്കിയതാ, ദൈവം പഠിപ്പിച്ചതല്ല. സാവൂളിന്റെ മതം, സെന്റ് പോളിന്റെ മതം അതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ബൈബിളിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമം, അതിൽ മൂസാ നബി ആരാധിച്ച പ്രപഞ്ചത്തിന്റെ നാഥനെയാണ്. അബ്രഹാം പ്രവാചകൻ ആരാധിച്ച പ്രപഞ്ചത്തിന്റെ നാഥനെയാണ്. യേശുക്രിസ്തുവിന് ശേഷോ ക്രിസ്ത്യാനികളെ യേശുക്രിസ്തുവിനെ എന്നാണ് വ്യത്യാസം. അതാ വ്യത്യാസം. മനസ്സിലായോ? ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ഷെയ്ഖ് ജീലാനിയോട് പ്രാർത്ഥിച്ചു. ഇതാണ് ക്രൈസ്തവർക്ക് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് നമ്മൾ പറയുന്നത്. കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത്, വഴിവേച്ചു പോയവരുടെയും മാർഗത്തിൽ നാഥ നീ ഞങ്ങൾ ഉൾപ്പെടുത്തരുത്. അമ്പിയാക്കളുടെ പാതയിൽ നിന്നോട് മാത്രം പ്രാർത്ഥിച്ച, നിന്നെ ആരാധിച്ച, നിന്റെ മുമ്പിൽ നേർച്ച നേർന്ന, നിന്റെ മുമ്പിൽ വഴിപാടുകളെ സമർപ്പിച്ച അമ്പിയാക്കളുടെ പരിശുദ്ധ പാതയെ അനുധാവനം ചെയ്യാൻ നീ ഞങ്ങൾക്ക് കരുത്തു തരണേ എന്ന പ്രാർത്ഥനാ ശകലം സൂറത്ത് ഫാത്തിഹയിൽ മനുഷ്യർ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഏക ദൈവത്വത്തെക്കുറിച്ചുള്ള ചർച്ച, ഏക ദൈവ ആരാധനയെക്കുറിച്ചുള്ള ചർച്ച, അതാണ് ഇവിടെ. ഒറ്റ കാര്യം ഇങ്ങനെ ചുരുക്കി പറയാൻ, പ്രാർത്ഥന മുഴുവനും ദൈവത്തോട്, ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും ജൈനനോടും എല്ലാവരോടും, നാഥ മനുഷ്യകുലത്തെ സൃഷ്ടിച്ച ഈശ്വര നിന്നോടിതാ ഞാൻ തേടുന്നു. ഇതിനെന്താ കുഴപ്പം? ഇതിന് എത്ര ഉറുപ്പ്യ വേണോ? ഒന്നും വേണ്ട. കാലിയായ ഹൃദയം, പരിശുദ്ധമായ മനസ്സ്, ഒന്നും വേണ്ട. ദർഗയിൽ പോകണമെങ്കിലോ കായ് വേണം, ക്ഷേത്രത്തിൽ പോകണമെങ്കിലോ ഫുലൂസ് വേണം, കാണിക്ക വെക്കണം, വെളിച്ചെണ്ണ വേണം, നെയ്യ് വേണം. ദൈവത്തിനതൊന്നും ആവശ്യമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ കണ്ടുപിടിക്ക്, ദൈവത്തെ ആരാധിച്ചിട്ട് ഒരു ഉറുപ്പ്യയും ഇന്ന് വരെ നഷ്ടം പറ്റിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഇല്ല. ബഹുദൈവ വിശ്വാസത്തിന്റെ ദുരന്തം എന്നത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നില്ലാതെ
നഷ്ടത്തിന്റെ കച്ചവടമാണ് ബഹുദൈവത്തിൽ. ഷിർക്ക്. ദർഗാ പൂജയ്ക്ക് എന്താ പ്രശ്നം? അവിടെയുള്ള പുരോഹിതൻ ഇങ്ങനെ തിന്ന് തടിച്ച് നല്ല നിലമ്പൂരത്തേക്കിന്റെ മയിൽ ഇങ്ങനെ തടിക്കും. ആരാന്റെ തിന്നിട്ടാണ്? അവനന്റെ അല്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ അടുത്ത് ഇടയാടനില്ല. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. നോക്കൂ, ത്വമേകം ശരണ്യം, പ്രാർത്ഥനകൾ അഖിലവും ഏകനായ ദൈവത്തിനോടാണ്. ശരണങ്ങൾ അഖിലവും ഏകനായ ദൈവത്തോടാണ്. അവൻ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. അവൻ ഈ ജഗത്തിന് മുഴുവനും സംവിധാനിച്ച ആദേശാധികാരിയാണ്. ഈ ജഗത്തിന്റെ ജഗതീശ്വരനാണ്. കണ്ടോ, സകല മനുഷ്യരുടെയും സൃഷ്ടാവാണ്. ഈ വിശ്വാസം ഇത് ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുക. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. പ്രവാചക, എന്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പ്രവാചക പറയൂ പ്രവാചക, ഞാൻ അവരുടെ ജീവനാഡിയെക്കാളും അടുത്തവനാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ജീവനാഡിയെക്കാളും അടുത്തവൻ. 50-ാം അധ്യായം 16-ാമത്തെ വചനം. ദൈവം മനുഷ്യന്റെ ജീവനാഡിയെക്കാളും അടുത്തവൻ. അതുകൊണ്ട് അവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ. അമ്പിയാക്കളോട് പ്രാർത്ഥിക്കട്ടെ എന്നല്ല, കബറാളികളോട് പ്രാർത്ഥിക്കട്ടെ എന്നല്ല. അങ്ങനെ ഒരൊറ്റ വചനവും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലില്ല. ഒരൊറ്റ പ്രവാചകനും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഫാത്തിഹ പരിശോധിക്കാം, ബക്കറ പരിശോധിക്കാം, ആൽ ഇംറാനിലൂടെ കടന്നു പോകാം, നിസാഖ് പരിശോധിക്കാം. എവിടെയും നിങ്ങൾ കാണുക സാധ്യമല്ല. അൻആമിലൂടെ, അറാഫിലൂടെ, അൻഫാലിലൂടെ, തൗബയിലൂടെ, യൂനുസിലൂടെ, ഹൂദിലൂടെ, അതുപോലെ യൂസുഫിലൂടെ, അതുപോലെ സൂറത്ത് റഅദിലൂടെ, സൂറത്ത് ഇബ്രാഹിമിലൂടെ, സൂറത്ത് ഹിജ്റിലൂടെ, സൂറത്ത് നഖ്ലിലൂടെ, അതുപോലെ സൂറത്ത് ഇസ്രായിലൂടെ, സൂറത്ത് കഹ്ഫിലൂടെ, സൂറത്ത് മറിയമിലൂടെ, സൂറത്ത് ത്വാഹയിലൂടെ, സൂറത്ത് അംബിയായിലൂടെ 114 അധ്യായങ്ങളിൽ പ്രവാചക ചരിത്രത്തിന്റെ അനവധി വചനങ്ങൾ കോറിയിട്ടിട്ട് അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയോട് പ്രാർത്ഥിച്ച ചരിത്രം വിശുദ്ധ ഖുർആനിലില്ല. ആദം നബി പ്രാർത്ഥിച്ചത് റബ്ബിനോട്, നൂഹ് നബി പ്രാർത്ഥിച്ചത് റബ്ബിനോട്, ലൂത്ത് നബി പ്രാർത്ഥിച്ചത് റബ്ബിനോട്, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് റബ്ബിനോട്, 1.25 ലക്ഷത്തോളം അംബിയാ മുർസലിങ്ങൾ പ്രാർത്ഥിച്ചത് റബ്ബിനോട്. റബ്ബിനോടല്ലാത്ത റബ്ബിന്റെ സൃഷ്ടികളോടുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞു, ആ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുക. എവിടെ ഇതിൽ കുഴപ്പം? എവിടെ ഇതിൽ കുഴപ്പം? സൃഷ്ടിച്ച സൃഷ്ടാവിനോടല്ലാതെ, സംവിധാനിച്ച സംവിധായകനോടല്ലാതെ അതിനെപ്പറ്റി പറയൽ ഉചിതമേതാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പടച്ചതമ്പുരാനോട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളോട് നിങ്ങൾ നോക്കൂ, ഹിരണ്യഗർഭ സൂത്രം എന്ന് പറഞ്ഞിട്ടൊരു സൂത്രമുണ്ട്. എന്താ അത്? ആ സ്തോത്രത്തിലൂടെ ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥിവ്യോം ദ്യാമോ ദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേ മാം. വേദം പറയാണ്, ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ ഋക്ക് 1-ാമത്തെ സൂക്തം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയണത് ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച ആ സംവിധായകനെ, അവനാണ് ബ്രഹ്മാണ്ടത്തിന്റെ നാഥൻ, അവനെ ആരാധിക്കുക. അല്ലേ? ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് എന്റെ കയ്യിൽ. ഹിന്ദുധർമ്മ പരിചയം. ആ പുസ്തകം കെ പരമേശ്വരൻ എഴുതിയിട്ടുള്ളതാണ്. നല്ല ഒരു പുസ്തകമാണ്. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആധികാരികമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഹിന്ദുധർമ്മ പരിചയം. കെ പരമേശ്വരൻ പിള്ള എഴുതിയിട്ടുള്ള പുസ്തകം. സ്വാമി വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ നിന്നുള്ള ഒരു പാരഗ്രാഫോടുകൂടി തുടങ്ങുന്ന ഈ
ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ ഒന്നോ പലതോ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ദൈവം ഒന്നാണോ പലതാണോ? 21-ാമത്തെ അധ്യായം 148-ാമത്തെ പേജ് 3-ാമത്തെ പാരഗ്രാഫ് 1-2 വരി. അതിൽ പറയണം, സമസ്ത ദേവതകൾക്കും ഈശ്വര ശക്തിയാണ് ആധാരം. ഈശ്വര ശക്തി കൂടാതെ അവർക്കൊരു പുൽക്കൊടി പോലും അനക്കാൻ സാധ്യമല്ല. ഹിന്ദുധർമ്മ പരിചയത്തിൽ പറയാണ്, സാക്ഷാൽ ദൈവത്തിൽ നിന്ന് കഴിവ് കിട്ടിയിട്ടല്ലാതെ ഒരു പുൽക്കൊടി പോലും നീക്കാൻ കഴിയില്ല. സമസ്തക്കാരൻ പറയുന്ന അതാ, അള്ള കൊടുത്ത കഴിവെന്നല്ലാതെ മൊയ്തീൻ ശൈഖിനെ സഹായിക്കാൻ പറ്റൂല. ഒരു പുൽക്കൊടി പോലും നീക്കാൻ ഒരു ദേവിക്കും ഒരു ദേവനും കഴിവില്ല എന്നാണ് ഹൈന്ദവരുടെ പോലും വിശ്വാസം. അമ്പിയാക്കൾക്ക് അള്ള കൊടുത്ത കഴിവ്, ഔലിയാക്കൾക്ക് അള്ള കൊടുത്ത കഴിവ്, അതേ ബീബിമാർക്ക് അള്ള കൊടുത്ത കഴിവ്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ പറയുകയാണ്. അബൂജഹലിന് സംഭവിച്ചത് ഇതാണ്. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ലെന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ അവര് പറഞ്ഞ കാര്യം, നിനക്ക് ചില കൂറുകാരുണ്ട്. ആ കൂറുകാരുടെ പ്രത്യേകത, അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവ് മുഴുവൻ നീ കൊടുത്തതാണ്. അവർ വിരളനക്കുന്നില്ല, നീ കഴിവ് കൊടുത്തിട്ടല്ലാതെ. അവർ സംസാരിക്കുന്നില്ല, നീ കഴിവ് കൊടുത്തിട്ടല്ലാതെ. അവർ കാണുന്നില്ല, നീ കഴിവ് കൊടുത്തിട്ടല്ലാതെ. അവർ വിരൽ ചലിപ്പിക്കുന്നില്ല, നീ കഴിവ് കൊടുത്തിട്ടല്ലാതെ. അതുകൊണ്ട് തന്നെ പടച്ചവനെ, ഈ ലോകത്ത് ഞങ്ങൾ വിളിക്കുന്ന വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ, ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങി ഈ ശക്തികളെല്ലാം നീ കൊടുത്ത കഴിവ് കൊണ്ടാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ഹൈന്ദവർ വിശ്വസിക്കുന്നത് അങ്ങനെ, മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നത് അങ്ങനെ, മുസ്ലിങ്ങളിൽ ഒരു പ്രബല വിഭാഗം വിശ്വസിക്കുന്നത് അങ്ങനെ. ഈ 3 വിഭാഗത്തിന്റെ വിശ്വാസങ്ങളും വേദത്തിനെതിരാണ്. ദൈവം ആർക്കും അങ്ങനെ പ്രത്യേകമായി നമ്മളെ സംരക്ഷിക്കാനുള്ള കഴിവും അവകാശവും വകവെച്ചു കൊടുത്തിട്ടില്ല. അമ്പിയാക്കളെ മരിച്ചിട്ട് അവരുടെ മരണത്തിനു ശേഷം നിങ്ങൾക്ക് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം, അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ എന്നൊരാശയം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലില്ല. ഔലിയാക്കൾക്ക് അള്ള കൊടുത്ത കറാമത്ത് കൊണ്ട് അവരുടെ മരണശേഷം അവരിലാഹല്ല എന്ന വിശ്വാസത്തോടെ അവരോട് നിങ്ങൾക്ക് തേടാം എന്നൊരാശയം പൗരോഹിത്യത്തിൻ്റെത് മാത്രമാണ്, ഇസ്ലാമിൻ്റെതല്ല, ഖുർആനിൻ്റെതല്ല, സുന്നത്തിൻ്റെതല്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന മറ്റു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്റെ പ്രസംഗം ഇത്രയും സമയം കേട്ട മുഴുവൻ ആളുകളോട് എനിക്ക് ചുരുക്കി പറയാനുള്ള കാര്യം ഇതാണ്. ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്, ആകാശം എല്ലാം ദൈവത്തിൻ്റെതാണ്. അവൻ നൽകാത്ത ഒന്നുവിടെ. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണമെന്ന് പറയാൻ ആ മൊയ്തീൻ ശൈഖ് രക്ഷകനാവണ്ടേ? രക്ഷിക്കാനുള്ള വകുപ്പ് കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല. നമ്മുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല, ഒന്നിലും. അതാരാണോ നൽകിയത്, ഞങ്ങൾ പറയുന്ന അതാണ്. അവനെ തിരിച്ചറിയുക, അവനെ തിരിച്ചറിയുക, അവനെ ആരാധിക്കുക. ഇത് ഉജ്ജ്വലമായ ഒരാശയമാണ്. വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. അവന്റെ പ്രത്യേകത എന്താ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ. ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ. കണ്ടോ? ആരാ നിങ്ങൾക്ക് ഭൂമിയെ ജീവയോഗ്യമാക്കിയവൻ? ആരാ നിങ്ങൾക്ക് വായു സഞ്ചാരമുള്ളതാക്കിയവൻ? ആരാ ഈ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്നത്? അക്കൺട്രോളർ അവനാകുന്നു നിങ്ങളുടെ ദൈവം. സൂര്യനെ നിങ്ങൾ കുതിപ്പിച്ചു തന്നവൻ, മഴ പെയ്യിപ്പിച്ചു തരുന്നവൻ. ഏതെങ്കിലും ഒരു ഹിന്ദുവിന് ഞാൻ വിനീതമായി ചോദിക്കാൻ, മഴ പെയ്യിപ്പിക്കുന്നത് ശ്രീകൃഷ്ണനാണെന്ന അഭിപ്രായം? മഴ പെയ്യിപ്പിക്കുന്നത് യേശുക്രിസ്തുവാണെന്ന അഭിപ്രായമുണ്ടോ? മുഹമ്മദ് നബിയാണെന്ന അഭിപ്രായമുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരെ, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങളാണോ ഇറക്കുന്നത്? അതല്ല നാമാണോ? നാമാണോ ഇറക്കി തരുന്നത്? 56-ാം അധ്യായം 68, 69, 70 വചനങ്ങൾ. അപ്പം മഴ ചൊരിഞ്ഞു തരുന്ന സിട്ടാവിനെ ആരാധിക്കുക. എനിക്ക് മഴ നൽകുന്ന നാഥ, എന്റെ ഹൃദയത്തെ സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥ, പരമകാരുണിക ഉടയ തമ്പുരാനെ, പടച്ച തമ്പുരാനെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയം
ഇതില്ലെങ്കിൽ നരകമാണ്. അതാണ് പ്രശ്നം. സ്വർഗത്തിൽ നിന്നുള്ള നഷ്ടമാണ്. വേദം പഠിപ്പിച്ചതാണ്. എല്ലാ വേദങ്ങളും ഇത് പറഞ്ഞു. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്ക്, അതോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ ബോക്ഷസി മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ തദക്ഷയ. അല്ലയോ അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗത്ത് പോകാം. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗത്ത് പോകാം. കാരണം ഇത് ധർമ്മയുദ്ധമാണ്. അപ്പൊ ധർമ്മയുദ്ധത്തിന്റെ റിസൾട്ട് സ്വർഗമാണ്. വേദങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചു. ഇവിടെ ഹൈന്ദവ സമൂഹത്തിന് സംഭവിച്ചതെന്ത് പരിശോധിക്കണം. ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചതെന്ത് പരിശോധിക്കണം. മുസ്ലിങ്ങളിലെ പ്രബല വിഭാഗത്തിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ത്? ഖബർ കെട്ടി ഉയർത്തുന്നു. പ്രവാചകനോ അതിനെതിരെ പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കരുതേ അലി എന്ന പ്രഖ്യാപനമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പ്രഖ്യാപനം. തീർന്നില്ല. അല്ലാഹുമ്മ ഈ ലോകത്തോട് വിട പറയുമ്പോ ജാഗ്രത പുലർത്തുന്ന 3 കാര്യങ്ങൾ പ്രവാചക തിരുമേനി ലോകത്തെ പഠിപ്പിച്ചു. സുപ്രധാനമായ 3 കാര്യം. മുജാഹിദ് പ്രസ്ഥാനം അതിനൂന്നി. റസൂലുള്ള പ്രാധാന്യം കൊടുത്തതിനൊക്കെ മുജാഹിദ് പ്രസ്ഥാനം പ്രാധാന്യം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ, നീ ആക്കരുത്, ഖബരി, എന്റെ ഖബറിനെ, ഈദാ, ഉറൂസിന്റെ കേന്ദ്രം. കണ്ടോ? പുളിങ്ങോം ഉറൂസ്, അജ്മീർ ഉറൂസ്, എർവാടി ഉറൂസ്, സീമക്കാം ഉറൂസ്, പട്ടാമ്പി ഉറൂസ്, എത്രയെത്ര ഉറൂസുകൾ അല്ലേ? ഭീമാപള്ളി ഉറൂസ് കഴിഞ്ഞു. അങ്ങനെ തുടങ്ങി ഒരുപാട് ഉറൂസുകൾ. ഇത് ഇസ്ലാമാ? അല്ല പ്രിയപ്പെട്ട ഹൈന്ദവരെ, ഇത് ഇസ്ലാം അല്ല. കാരണം ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോ എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഇല്ല എന്ന് പറയാൻ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ, എന്റെ ഖബറിടം ഉറൂസിന്റെ കേന്ദ്രമാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ. ഉറൂസിന്റെ കേന്ദ്രമാക്കടേ എന്ന് റസൂലുള്ള പറഞ്ഞിരുന്നുവെങ്കിൽ റസൂലുള്ള സമസ്തക്കാരനാണ്. അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. ഇതാ പ്രവാചകൻ പറഞ്ഞത്. ലോകത്തോട് വിട പറയുമ്പോൾ റസൂൽ പറഞ്ഞു, ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. മുസ്ലിങ്ങളെ ശ്രദ്ധിക്കണം, ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നവരെ ശ്രദ്ധിക്കണം, മൊല്ലമാരെ ശ്രദ്ധിക്കണം, സഖാഫികളെ ശ്രദ്ധിക്കണം, പുരോഹിതന്മാരെ ശ്രദ്ധിക്കണം. ലാനല്ലാഹു, അല്ല ശപിച്ചുന്ന എന്തിന്? ഖബർ കെട്ടി ഉയർത്തിയതിന്. അമ്പിയാക്കളുടെ, എന്നിട്ടല്ലേ ഔലിയാക്കള്, എന്നിട്ടല്ലേ ബീവിമാര്, അമ്പിയാക്കളുടെ ഖബർ പോലും കെട്ടി ഉയർത്തിയാൽ അവരാരായിരുന്നാലും അവരെ അല്ല ശപിക്കുമെന്ന് റസൂലുള്ള പറയാ. അല്ല അവരെ ശപിക്കും. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക്, താപങ്ങൾക്ക് വിധേയമായ ആ പാരമ്പര്യത്തെ വിട്ട് ഇസ്ലാമിലേക്ക് വരാൻ ലോകത്തോട് ഇസ്ലാം ആവശ്യപ്പെട്ടു. മുജാഹിദ് പ്രസ്ഥാനം അത് നിങ്ങളോട് തുറന്നു പറഞ്ഞു. ഈ ദുനിയാവിലെ എല്ലാ ദുരന്തങ്ങളും ഓർത്തിട്ടും നിങ്ങളോട് തുറന്നു പറഞ്ഞു. ലാഭക്കച്ചവടമല്ല മുജാഹിദിന്റെ, ദുനിയാവിൽ നഷ്ടക്കച്ചവടക്കാരാണ് മുജാഹിദ്. കെ ഉമർ മൗലവിയുടെ ദർഗ കെട്ടിയുയർത്തിയാൽ ലക്ഷക്കണക്കിന് മുജാഹിദ് ഉണ്ടാകും അവിടെ പൈസ ഇടാൻ. ഹൃദയം പറിച്ചിടും ഞങ്ങൾ. പക്ഷെ അല്ലാഹ് അനുവദിച്ചില്ല. ഞങ്ങളുടെ സംരക്ഷണത്തിൽ, സലഫികളുടെ സംരക്ഷണത്തിലുള്ള മദീനയും മക്കയും, അത് നിങ്ങളുടെ സംരക്ഷണത്തിലായിരുന്നെങ്കിൽ സ്ഥിതി എന്താ അവിടുത്തെ അവസ്ഥ? ഇവിടെ മനുഷ്യർക്ക് വല്ല ഇബാദത്തിനും സമയം ഉണ്ടാവുമോ? തുണ്ടുണ്ടും പിപ്പിപ്പി അല്ലാതെ, മുട്ടും വിളിയും കതിനവടിയും തോരണവും ആനയെന്നുള്ളതുമല്ലാതെ ഉണ്ടാവോ? അവിടെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഞങ്ങളുടെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് അവിടെ ഉറൂസില്ല. കാരണം റസൂൽ ഉറൂസ് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. അത് ശിർക്കാണെന്ന് പറഞ്ഞു. അവിടെ നടക്കുന്ന തോന്നിയാസത്തിനെതിരെ ശബ്ദിച്ചു. ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹു സലഫികളുടെ കയ്യിൽ അത് കൊടുത്തത്. കാരണം റസൂലുള്ളാഹിനെ അള്ളാഹു അംഗീകരിച്ചു. ആ കാര്യത്തിൽ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ടതാ അവിടെ ഉറൂസ് ഉണ്ടാകരുത്. പിന്നെങ്ങനെ ഉറൂസിലൂടെ പണം സമ്പാദിക്കുന്ന സമസ്തയുടെ കയ്യിൽ മദീനയുടെ ഉത്തരവാദിത്തം അല്ലാഹു കൊടുക്കില്ല.
ഖിയാമത്ത് നാളെ ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ സെലഫികളുടെ കയ്യിൽ ഉറൂസ് സംഘടിപ്പിക്കരുത് എന്ന് വിധിക്കുന്ന സെലഫുകളുടെ കയ്യിലല്ലാതെ മദീന ആരുടെ കയ്യിലാ വരേണ്ടത്? നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഈ കണ്ണവം എന്ന് പറയുന്ന പ്രദേശത്ത് ദീർഘിച്ചൊരു സംസാരം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കി പറയട്ടെ, ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും എല്ലാം സൃഷ്ടിച്ച ഏകനായ ദൈവം അല്ലാഹു. അവനെയാണ് ആരാധിക്കേണ്ടത്, അവന്റെ മുമ്പിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അവനൊരു വർഗീയതയുടെ ദൈവമല്ല, അവനൊരു കാലഘട്ടത്തിന്റെ ദൈവമല്ല. കാരണം ആദിമപിതാവായ ആദം പ്രാർത്ഥിച്ച ദൈവത്തോടാണ് 950 വർഷം നോഹ പ്രവാചകൻ പ്രാർത്ഥിച്ചത്. ആ നോഹ പ്രവാചകൻ 950 വർഷം പ്രാർത്ഥിച്ച ദൈവത്തോടാണ് സകല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത്. മനുഷ്യാരംഭം മുതൽ ഇന്ന് വരെ മരിക്കാത്ത, ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത, 95ാമത്തെ വയസ്സിൽ മരിക്കാത്ത, 86-ൽ മരിക്കാത്ത ലോകത്തിന്റെ സൃഷ്ടാവിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം, അത് നിങ്ങളുടെ തീരുമാനം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ദൈവസന്നിധിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടും. പടച്ചതമ്പുരാനിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടും. ആ പടച്ചവനിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം. ഉറപ്പായിട്ടും ഞങ്ങളിത് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതെന്താണെന്നറിയോ? കണ്ണവത്ത മുജാഹിദുകൾ ഇത് വെക്കുന്നതിൽ ഈ നാട്ടിൽ ഒരൊറ്റ ഹൈന്ദവനും നാളെ ദൈവസന്നിധിയിൽ പറയരുത് ഞങ്ങൾക്ക് ഈ സന്ദേശം ഇവിടുത്തെ മുജാഹിദുകൾ എത്തിച്ചു തന്നില്ലെന്ന്. അതേ, ഇവിടുത്തെ നാട്ടുകാർ പറയരുത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്ദേശം എത്തിച്ചു തന്നില്ലെന്ന്. ഈ നാട്ടിലെ ഒരൊറ്റ മനുഷ്യരും മുജാഹിദുകളുടെ ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു സന്ദേശം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ഈ നാട്ടിലെ ആളുകൾ പറയരുത്. നാളെ പരലോകത്ത് വന്നിട്ട് മാധവൻ ചോദിക്കരുത്, അബ്ദുൽ അസീസ്, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ റസാഖ്, നിങ്ങൾ ജീവിച്ച പ്രദേശത്ത് നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾ ഞങ്ങൾക്കിത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ പറയരുത്. ആ പറയാതിരിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ, ഉദുർ പറയാൻ, നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് നന്നു. വേദനയുണ്ട് ഞങ്ങൾക്ക്. ദൈവത്തിന്റെ വായു ശ്വസിച്ചിട്ട് ദൈവത്തോട് നന്ദി കാണിക്കാത്തത് കാണുമ്പോൾ വേദനയുണ്ട് ഞങ്ങൾക്ക്. കല്ലിന്റെ മുമ്പിലും പാമ്പിന്റെ മുമ്പിലും ദർഗയുടെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും എന്തിന്റെ മുമ്പിലും ദൈവമായി ആരാധിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞങ്ങൾ നിങ്ങളെ സൃഷ്ടാവിലേക്ക് വിളിക്കുന്നു. ഏത് സൃഷ്ടാവിലേക്ക്? ഞങ്ങളുടെ സൃഷ്ടാവിലേക്കല്ല, നമ്മുടെ സൃഷ്ടാവിലേക്ക്, ലോകത്തിന്റെ സൃഷ്ടാവിലേക്ക്. ഇതിനേക്കാൾ ഉജ്ജ്വലമായ എന്തൊരു സന്ദേശമുണ്ട് ലോകത്തിന്റെ മുമ്പിൽ വെക്കാൻ? ആലോചിക്കുക, പഠിക്കുക, ചിന്തിക്കുക, കൂടുതൽ പഠിക്കുക. എന്റെ ആരോഗ്യാവസ്ഥ പ്രമാണിച്ച് സംഘാടകരോട് ദയവ്ചെയ്ത് ക്ഷമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, സുഖമില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇനിയും സംസാരിച്ചാൽ അത് പല ക്ഷീണങ്ങൾക്കും കാരണമാകും എന്നതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുകയും ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഞാനിവിടെ വിശദീകരിച്ചു. ചിന്തിക്കണമെന്ന് പറയാനുണ്ട്. മരിച്ചു പോകും. ഏത് നിമിഷവും മരണം വന്നെത്തുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ കണ്ടെത്തണം. നോക്കൂ, ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, അതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവനാണ് അല്ലാഹ്. അവനെ ആരാധിക്കാൻ, ഇതാർക്കെതിരുമല്ല. അവനെ ആരാധിക്കാൻ, അവന്റെ നിയമങ്ങൾ പാലിക്കാൻ, മദ്യപിക്കാതെ, വ്യഭിചരിക്കാതെ, കള്ളുകുടിക്കാതെ, ഒരു തിന്മയും ചെയ്യാതെ, അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കാതെ, ഒരാളുടെ നെഞ്ചിലും കത്തികുത്തിയിറക്കാതെ, ഓരോരുത്തരും ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലാതെ അത് തല്ലി തകർത്തതിൽ സന്തോഷം പങ്കിടാനല്ല. അല്ലാഹു ആ നിലക്ക് നന്മ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ല കാര്യത്തിനു വേണ്ടി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപുരു കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ദൈവം തമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. ഇവിടെ
കണ്ണം യൂണിറ്റ് KNMന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ദിനപരിപാടിയോടനുബന്ധിച്ച് ആദ്യത്തെ സെഷനിൽ നമ്മളോട് വിശദമായി സംസാരിച്ച ഉസ്താദുകൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ശ്രോതാക്കൾക്കും കണ്ണം യൂണിറ്റിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.